സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിനനുസരിച്ച് ജീവിതത്തിൽ പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട വിഷയങ്ങൾ, അവർ പരസ്പരം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പല അവസരങ്ങളിൽ സഹാബത്തിന് അറിയിച്ചു കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ പറഞ്ഞ ഉപദേശങ്ങൾ, വസിയ്യത്തുകൾ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചത് നമുക്ക് കാണാം. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ മുസ്ലിങ്ങൾക്ക് ഉള്ളിൽ പാലിക്കേണ്ടുന്ന ചിഹ്നങ്ങളായി പരിചയപ്പെടുത്തിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച 6 വസിയ്യത്തുകൾ ഇമാം ബുഖാരിയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത അത് 6 എണ്ണമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖീല മാ ഹുന്ന യാ റസൂലല്ലാഹ്, അത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അത് ഏതെല്ലാമാണ് റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ ആ മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അവന് സലാം പറയണം. വ ഇദാ ദആക ഫഅജിബുഹു, അവൻ നിന്നെ ക്ഷണിച്ചാൽ നീ അവന് ഉത്തരമേകണം. വ ഇദസ്തൻസഹക ഫൻസഹ് ലഹു, അവൻ നിന്നോട് ഉപദേശം ആവശ്യപ്പെട്ടാൽ നീ അവന് ഉപദേശം നൽകണം. വ ഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിത്ഹു, അവൻ തുമ്മിക്കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നീ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. വ ഇദാ മരിള ഫഉദ്ഹു, അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണം. വ ഇദാ മാത ഫത്തബിഅഹു, അവൻ മരണപ്പെട്ടാൽ അവൻ്റെ ജനാസ സംസ്കരണ ചടങ്ങിൽ നീ പങ്കെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകിയ 6 ഉപദേശങ്ങളാണിത്. ഈ 6 ഉപദേശങ്ങളെ വളരെ പ്രാധാന്യത്തോടെ സഹാബത്ത് ഏറ്റെടുത്തു. ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പണ്ഡിതന്മാർ ഇതിനെ പരിഗണിച്ചു. ഇസ്ലാമിക ഭരണം ക്രമീകരിക്കുന്നിടത്ത് ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ഭരണ നിയമങ്ങൾ പാസാക്കിയതടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള ഇസ്ലാം, അവർക്കിടയിലുള്ള ഐക്യം നിലനിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അടിസ്ഥാനപരമായ 6 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പറഞ്ഞത് കണ്ടുമുട്ടിയാൽ പരസ്പരം സലാം പറയുന്നത് നിലനിർത്തണം എന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം റദ്ദുസ്സലാം, സലാം മടക്കൽ എന്ന് പറഞ്ഞാൽ സലാം പറയുകയും വേണം, ആ പറഞ്ഞത് കേട്ടാൽ അവൻ മടക്കുകയും വേണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നതിൻ്റെ മഹത്വം നിരവധി ഹദീസുകളിൽ പറയുന്നുണ്ട്. ആ മഹത്വങ്ങളൊക്കെ ഒരു ആൾ സലാം പറഞ്ഞാൽ അയാൾക്ക് ഇന്ന പ്രതിഫലമുണ്ട് എന്നാണ്. എന്നാൽ ഇത് പ്രതിഫലം എന്താണ് എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിലപ്പുറം ഇതിൻ്റെ പ്രതിഫലം എന്താണ്, ഞാൻ ഒരാൾക്ക് സലാം പറഞ്ഞാൽ അതിൻ്റെ കൂലി എന്താണ് എന്ന ആ പ്രതിഫലം അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ പ്രവർത്തനം, ഈ ഇബാദത്ത് തുടങ്ങുക എന്നതിലപ്പുറം ഇത് എനിക്കും എൻ്റെ സഹോദരനായ മുസ്ലിമിനും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഐക്യത്തിൻ്റെ നിർദ്ദേശമാണ്. എനിക്കും എൻ്റെ മുസ്ലിമായ സഹോദരനുമിടയിൽ ഐക്യം നിലനിൽക്കാൻ, സ്നേഹബന്ധം നിലനിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നിർദ്ദേശമാണ്. ഇതിന് എന്താവട്ടെ പ്രതിഫലം, ഇതിന് പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വർഗമാണ്. ഒരാൾ സലാം വർദ്ധിപ്പിച്ചാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വർഗമാണ്. അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പഠിപ്പിച്ച പ്രതിഫലം സ്വർഗമാണ്. ആവട്ടെ, അതിന് എന്താവട്ടെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പരം സലാം പറയുന്ന സമയത്ത് 2 മുസ്ലിമുകൾ പരസ്പരം കൈ കൊടുത്താൽ അവർ കൈ തിരിച്ചെടുക്കുന്നത് വരെ
അവർക്ക് വേണ്ടി മലക്കുകൾ പാപമോചനത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഫലമാണ്. ആ പ്രതിഫലം എന്താവട്ടെ, അതറിഞ്ഞാലും ഇല്ലെങ്കിലും അതറിഞ്ഞ ശേഷം പ്രവർത്തിക്കുന്ന ഒരു ഇബാദത്തല്ല ഇത്. മറിച്ച് ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ഭദ്രത നിലനിൽക്കാൻ, മുസ്ലിങ്ങൾക്കിടയിൽ സാഹോദര്യം നിലനിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നിർദ്ദേശം എന്ന നിലക്കാണ് നമ്മളിത് അമലാക്കേണ്ടത്. പരസ്പരം സലാം പറയുക എന്നത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യം നിലനിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നിർദ്ദേശം എന്ന നിലക്കാണ് നമ്മളിത് അമലാക്കേണ്ടത്. അപ്പോൾ ഈ സലാം പറയുന്നത് അത് മുസ്ലിങ്ങൾ പരസ്പരമാകുന്നു എന്ന് ലഭിച്ചു. അത് ഒരു വർഗീയതയുടെ സന്ദേശമല്ല. മുസ്ലിങ്ങൾ പരസ്പരം എന്ന് പറഞ്ഞാൽ അമുസ്ലിമുകളോട് സലാം പറഞ്ഞു തുടങ്ങരുത്, അമുസ്ലിങ്ങളോട് സലാം പറഞ്ഞു തുടങ്ങരുത് എന്നത് ഒരു വർഗീയതയായി ഇന്ന് ചിത്രീകരിക്കപ്പെടുന്നു. അതൊരിക്കലും വർഗീയതയല്ല. ഇസ്ലാമിൽ ഇബാദത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇബാദത്ത് ചെയ്യേണ്ട രീതിയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം സക്കാത്ത് അത് അമുസ്ലിമിന് നൽകാൻ സാധിക്കുകയില്ല, അത് മുസ്ലിങ്ങളിൽ തന്നെ എല്ലാവർക്കും പറ്റുകയില്ല. അതിൻ്റെ പേരിൽ ഇസ്ലാം പക്ഷപാതിത്വം കാണിച്ചു എന്ന് പറയും. മുസ്ലിങ്ങളിൽ തന്നെ എല്ലാവർക്കും സക്കാത്ത് പറ്റൂല, അതുകൊണ്ട് ഇസ്ലാം പക്ഷപാതിത്വം കാണിച്ചു എന്ന് ഒരാൾ ചിത്രീകരിച്ചാൽ എങ്ങനെ ഇരിക്കും? സക്കാത്ത് അമുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല, അതിനെ വെച്ചൊരാൾ വർഗീയത കണ്ടാൽ എങ്ങനെയിരിക്കും എന്ന പോലെയാണ് സലാം പറയൽ ഒരു ഇബാദത്താണ്. അത് എങ്ങനെ പറയണം, ആരോട് പറയണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റസൂലുള്ളാഹി പറഞ്ഞു, അമുസ്ലിമുകളോട് നിങ്ങൾ സലാം പറയലിനെ കൊണ്ട് ആരംഭിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറിച്ച് അത് മുസ്ലിമും തമ്മിൽ പരസ്പരം കണ്ടാൽ അവർ ചെയ്യേണ്ട അഭിവാദ്യങ്ങളാണ്. മുസ്ലിങ്ങളും അമുസ്ലിമുകളുമുള്ള സദസ്സാണെങ്കിൽ അവിടെയും ഈ സലാം പറയാം. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമുള്ള സദസ്സ് കൂടിക്കലർന്നൊരു സദസ്സാണെങ്കിൽ അവിടെയും മുസ്ലിങ്ങൾക്ക് മുൻതൂക്കം നൽകി ഈ സലാം പറയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സലാം പറയുക എന്ന് പറയുന്നത്. ആ സലാം പറയൽ മുസ്ലിങ്ങൾ പരസ്പരമുള്ള രഞ്ജിപ്പിനും ഐക്യത്തിനും ഉള്ള ഐക്യം നിലനിൽക്കാനും അനൈക്യം വന്നിടത്ത് ഐക്യം വരാനും ഇത് റസൂലുള്ളാഹി ഇന്ധനമായി പഠിപ്പിച്ചു. പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് അവനാണ് ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ, ഭിന്നിച്ച് നിൽക്കുന്നവർ ഐക്യപ്പെടാനുള്ള ഒരു മരുന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സലാം പറയുന്നതിന്. പരസ്പരമുള്ള ഐക്യം വീണ്ടും വീണ്ടും നിലനിൽക്കാനും ഇതേ സലാം പറയലിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് മുസ്ലിമുകൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്ത് കൂടിയാണ്. മുസ്ലിങ്ങൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന, പകരം പാശ്ചാത്യന്മാരും മറ്റും കൊണ്ടുവന്ന സന്ദേശങ്ങളും അവർ കൊണ്ടുവന്ന അഭിവാദ്യ വാചകങ്ങളുമാണ് പലപ്പോഴും ഇന്ന് മുസ്ലിമുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അഭിവാദ്യ വാചകങ്ങൾ പറയുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ അനുവദനീ പറയുള്ളൂ. ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതും സബാഹൽ ഖൈർ എന്ന് പറയുന്നതും അതൊക്കെ അറബിയിലും ഇംഗ്ലീഷിലും മറ്റുമൊക്കെ ഉള്ളതാണ്. അതിൽ ശറഇന് വിരുദ്ധമല്ലാത്ത ഏത് വാചകവും പറയൽ അനുവദനീയമാണ്. പക്ഷേ അത് സലാം പറയുന്നതിനെ മാറ്റിവെച്ചുകൊണ്ടാവരുത്. ഒരാൾക്ക് സലാം പറഞ്ഞതിന് ശേഷവും ഇത് പറയാം, ഒരാൾക്ക് സലാം പറഞ്ഞതിന് ശേഷവും ഇത് പറയാം. സലാം പറഞ്ഞതിനെ മാറ്റിവെച്ചുകൊണ്ട് അതിന് പകരമായി കൊണ്ട് മറ്റുള്ളവ കൊണ്ടുവരിക എന്നത് തികച്ചും അനിസ്ലാമികമാണ്. അത് മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല എന്നതാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സലാം പറയുക അത് ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ പറഞ്ഞു, വഇദാ ദഅാക ഫഅജിബുഹു, അവൻ നിന്നെ ക്ഷണിച്ചാൽ നീ ഉത്തരം കൊടുക്കണം. എന്തിനാണ് ക്ഷണിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടാലൊരു കാര്യം. ഒന്നുകിൽ അവൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ക്ഷണിച്ചതാവും, അവനെ സഹായിക്കാൻ, അവനൊരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് അവൻ ക്ഷണിച്ചതാവും. എങ്കിൽ നിനക്ക് തടസ്സമില്ല എങ്കിൽ നീ അതിന് ചെന്നു കൊടുക്കണം. അവൻ നിന്നെ ക്ഷണിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവന് വല്ല സഹായം ചോദിച്ചു വന്നതാവും, എങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ അവന് ചെന്നു കൊടുക്കണം. ചിലപ്പോൾ ഒരു സാക്ഷി നിൽക്കാനാവും, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാടിൽ കൂടെ പോകാൻ, ഒരു ധൈര്യത്തിന് പോകാനാവും, അല്ലെങ്കിൽ ഒരു യാത്രയിൽ അവനെ കൂടെ കൂട്ടാനാവും. എനിക്ക് മറ്റ് തടസ്സങ്ങളില്ല എങ്കിൽ ഞാൻ അതിന് ചെല്ലണം. അതിൽപ്പെട്ട മറ്റൊന്നാണ് അവനെ സദ്യക്ക് വിളിച്ചാൽ, ഭക്ഷണത്തിന് വിളിച്ചാൽ, വിവാഹ സദ്യക്കോ മറ്റോ ആയി അവനെ വിളിച്ചാൽ, അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും, അതൊരു വൈകുന്നേര ചായക്ക് വിളിച്ചാലും തടസ്സമില്ലെങ്കിൽ അവൻ ചെല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശത്തിൽ ഉൾക്കൊണ്ടതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതും എന്തിനാണ്? ഈ സ്നേഹബന്ധം നിലനിൽക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരസ്പരം ക്ഷണിക്കാറുണ്ട്, ക്ഷണിക്കാൻ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്.
അതിനൊരു വലിയ പരിപാടിയും വലിയ ജോറന പരിപാടിയിലേക്ക് മാത്രമുള്ള കാര്യമല്ല. ഒരു ചെറിയ വിരുന്നിനാണ് വിളിച്ചതെങ്കിലും അതിലേക്ക് ചെന്നു കൊടുക്കണം. അത് ഈ സ്നേഹബന്ധം നിലനിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ സ്നേഹബന്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതറിയിച്ചതാണ്. ഇത് വളരെ ഗൗരവത്തോടെ ഇസ്ലാമിക ഭരണ പ്രദേശങ്ങളിൽ വരെ നിലനിർത്തിയത് കൊണ്ടാണ് കാളിയെ ചായക്ക് പിടിച്ചാൽ പോകരുത് എന്ന് പറഞ്ഞത്. ജഡ്ജിനെ ഒരു കേസ് നിലനിൽക്കവേ അയാൾ ചായക്ക് പിടിച്ചാൽ കാളി അയാളുടെ ചായക്ക് പോകരുത് എന്നാണ്. അത് സ്വാധീനിക്കുമെന്നത് കൊണ്ടാണ്. അതെന്ത് ജഡ്ജിയുടേത് പോകരുത് എന്നൊരു വിധി വരാൻ കാരണം സാധാരണഗതിയിൽ ഇതൊരു ശീലമാക്കിക്കൊള്ളണം എന്ന നിർദ്ദേശമുള്ളത് കൊണ്ടാണ്. സാധാരണഗതിയിൽ ഇതൊരു ശീലമാക്കണം. സ്നേഹബന്ധം നിലനിർത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കുക എന്നതും ക്ഷണിച്ചാൽ തടസ്സമില്ലെങ്കിൽ ഉത്തരമേകുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഈ ക്ഷണിത്തിന് ഉത്തരം നൽകുക എന്നതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കുക എന്നില്ല. ഒരാൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തടസ്സമുണ്ടാവാം, അയാളുടെ ശാരീരികമായ പ്രശ്നം കാരണം, അല്ലെങ്കിൽ അയാൾക്ക് നോമ്പുള്ളത് കാരണം, അങ്ങനെ പല കാരണത്താലും ഒരാൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാവും. അവൻ തന്നെ ക്ഷണിച്ചയാളോട് എനിക്കന്ന് നോമ്പുണ്ട് എന്നറിയിക്കുകയും അയാൾക്കതിൽ വിരോധമില്ല, നിങ്ങളൊന്ന് വന്നാൽ മതി എന്നാണെങ്കിൽ അയാൾ നോമ്പ് മുറിക്കാതെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകിയവനാണ്. നോമ്പ് മുറിക്കേണ്ട ആവശ്യമില്ല. അതേസമയം അന്നത്തെ ആ പരിപാടിയിൽ ഞാൻ അയാളുടെ അരികിൽ ഭക്ഷണം കഴിക്കൽ തന്നെ അവിടുത്തെ മസ്ലഹത്തിനും കാര്യത്തിനും അത്യാവശ്യമാണെങ്കിൽ അയാൾ ആ വിളിക്കുത്തരമേകാൻ നോമ്പ് മുറിച്ച് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണം. അത് ആ വിളിച്ചവൻ്റെ ഹക്കാണെന്നാണ്. എന്നെ ആരാണോ വിളിച്ചത് അയാളുടെ ഹക്കാണ് അന്നത്തെ എൻ്റെ നോമ്പ്. അപ്പോൾ ഒന്നുകിൽ എൻ്റെ നോമ്പ് ഒഴിവാക്കാതെ തന്നെ എനിക്കവിടെ ചെന്ന് കണ്ട് ആ വിളിക്കുത്തരമേകാൻ പറ്റിയാൽ അതാണ് ഖൈർ. അല്ലെ ഞാൻ നോമ്പ് ഒഴിവാക്കിയേ പറ്റൂ എന്നാണ് എന്നെ വിളിച്ചവൻ്റെ നിർദ്ദേശമെങ്കിൽ ഞാൻ നോമ്പ് ഒഴിവാക്കി കയറണം. സുന്നത്തായ നോമ്പാണെങ്കിൽ അതെന്താണ് ഈ ഐക്യ നിർദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉൾപ്പെടുത്തി. ഇത് ഇന്ന മുസ്ലിം എന്ന വിഭാഗീയത അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പരസ്പരം മുസ്ലിങ്ങൾ, കുടുംബങ്ങൾ, അയൽപ്പക്കക്കാർ, അകന്നവർ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മുസ്ലിം എന്ന നാമത്തിന് ആരൊക്കെ അർഹനാണോ അതെല്ലാം ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ക്ഷണിച്ചാൽ ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ വിളിക്ക് ഉത്തരം നൽകി ഞാൻ അവിടെ ചെല്ലണം. ചെല്ലുന്നതിന് തടസ്സമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് തടസ്സം? ഒന്നുകിൽ എനിക്ക് തടസ്സം വരിക, ശാരീരികമായ രോഗമോ മറ്റോ വരിക, അതല്ലെങ്കിൽ നാട്ടിൽ തടസ്സമുണ്ടാവുക, ഒരു ഹർത്താലാണെന്ന് വണ്ടി കിട്ടാനില്ല, അങ്ങനെ ഒരു കാരണമാണ് എങ്കിൽ അതും ഒരു തടസ്സമാണ്. അതല്ലെങ്കിൽ ഇതിനേക്കാളും പ്രാധാന്യമുള്ള ഒന്ന് എന്നെ ഇവിടെ ബാധിച്ചിട്ടുണ്ട്. ഈ ഉത്തരമേകുക എന്നതിനേക്കാളും പ്രാധാന്യമുള്ള ഒന്ന്, അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ പോകാൻ, എൻ്റെ മാതാപിതാക്കളെ ചികിത്സിക്കാനുണ്ട്, അതുകൊണ്ട് എനിക്കിന്ന് പങ്കെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാമുഖ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എനിക്ക് നിന്ന് മാറി നിൽക്കാം. മടിയുടെ പേരിൽ ഇനിയിപ്പോൾ അവിടേക്ക് പോകാനാവില്ല എന്ന ആ മടി മാറ്റിവെക്കേണ്ട സന്ദർഭങ്ങളിൽ പെട്ടതാണ് ഈ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഉള്ളത്. ചിലപ്പോൾ നമ്മളൊരു യാത്ര തീരുമാനിക്കും, പക്ഷെ അന്ന് എന്തോ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു മടി, ഒരു മൂടില്ല, അപ്പോൾ നമ്മൾ യാത്ര മാറ്റിവെക്കും. അതിൽ പരിഗണിക്കാത്ത, അതിൽ നമ്മൾ ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത വിഷയമാണ് ഒരാൾ ക്ഷണിച്ചതിൻ്റെ പേരിൽ ഞാൻ തീരുമാനിച്ച യാത്ര. അത് ഈ മടിയുടെ പേരിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെക്കാൻ പാടില്ല. മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു സംഗതി അയാളെ സംബന്ധിച്ച് ആ സന്ദർഭത്തിലുണ്ടാവണം. ഇതും മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇദസ്തൻസഹക ഫൻസഹ് ലഹു, അവൻ നിന്നോട് ഉപദേശം ആവശ്യപ്പെട്ടാൽ നീ അവനെ ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഉപദേശം ആവശ്യപ്പെട്ടാൽ അത് ഏത് വിഷയത്തിലാണ്? ഒരു വഴി ചോദിക്കുന്ന വിഷയത്തിൽ പോലും, ഇതൊക്കെ ഹദീസിലുണ്ട്. ഒരു വഴി ചോദിക്കുന്ന വിഷയത്തിലാണ് അവൻ നിന്നോട് ഉപദേശിച്ചതെങ്കിൽ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പിങ്ക് മാറിപ്പോവാം, അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാറിപ്പോവാം. അല്ലെങ്കിൽ ആ മാറിപ്പോക്ക് അയാൾക്ക് പ്രതിഫലം നഷ്ടപ്പെടുത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി ഒരാൾ ഒരു വഴി ചോദിക്കുന്ന വിഷയം തന്നെ ഉറക്കനെ ചോദിക്കുന്നത്, ഒരു യാത്രക്ക് പോവുകയാണ്, അയാൾ സ്വകാര്യതയിലല്ലാതെ ഒരു വ്യക്തിയോട് ഈ വഴിയെക്കുറിച്ച് സംസാരിക്കുകയാണ്, അത് ഞാൻ എടുത്തുനിന്ന് കേൾക്കുന്നുണ്ട്, ഞാൻ ഒപ്പം നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് സാഹചര്യത്തിന് അറിയിക്കുന്നത് അയാൾ സ്വകാര്യമായൊരു സംഭാഷണമല്ല നടത്തുന്നത്, അതിൽ ഇടപെടാൻ എനിക്ക് അനുവദനീയമാണ്, എനിക്ക് പറഞ്ഞു കൊടുക്കാം. അതും എന്നോട് ഉപദേശം ചോദിക്കുന്ന പോലെയാണ്. അവൻ എന്നിൽ നിന്ന് ഉപദേശം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സാഹചര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അവിടെ പിശുക്കരുത്,
എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കണം. ആ ഉപദേശിക്കുമ്പോൾ അബദ്ധമാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഞാൻ പറഞ്ഞു കൊടുത്ത ഉപദേശം ഞാൻ ഉറപ്പിക്കാതെ കൊടുത്തതാണ്, എന്നിട്ട് അയാൾ അതുപോലെ ചെയ്ത് അയാളൊരു അബദ്ധത്തിൽ പെടുക എന്നത് അവിടെ ഉണ്ടാവരുത്. അത് ശ്രദ്ധിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാത്ത വിഷയം സംസാരിക്കരുത്. ഉപദേശിക്കുമ്പം അറിയാത്ത വിഷയം സംസാരിക്കരുത്. അതിൽപ്പെട്ടതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുമ്പോൾ അവിടെ തീരെ പിശുക്ക് പാടില്ല. അവിടെ ഗീബത്ത് പോലും അനുവദിക്കപ്പെട്ടു. വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വിവാഹിതനാവാൻ ആരെയാണോ വരനായി തിരഞ്ഞെടുക്കുന്നത് ആ വരൻ്റേതായ ഗീബത്ത് വരെ പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേളയിൽ അനുവദിച്ചിരിക്കുന്നു. ആ വേളയിൽ അത് അനുവദിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ മടി കാണിക്കുകയോ അതെനിക്ക് പറയാൻ വയ്യ എന്ന് ഞാൻ മൗനം ദീക്ഷിക്കേണ്ട വിഷയങ്ങളിൽ അത് ഉൾപ്പെടില്ല. മിണ്ടാക്കലല്ലേ ഖൈർ, അവന് ഞാൻ ഒന്നും പറയണില്ല എന്ന് പറഞ്ഞ് പിശിക്കേണ്ട സന്ദർഭമല്ല അത്. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിച്ചു. അപ്പോൾ ആ ഉപദേശം നൽകുക എന്നുള്ളതിൽ അവൻ്റെ ദീനിയായ വിഷയങ്ങൾ മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, മതപരമായ വിഷയം മാത്രമല്ല, ഭൗതികപരമായ വിഷയം. കാരണം മുസ്ലിം ജീവിക്കുന്നത് ഭൗതിക ലോകത്താണ്. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ കേവല ഇബാദത്തുകൾ മാത്രമല്ല നിർവഹിക്കുന്നത്. അവൻ്റേതായ ജോലികളുണ്ട്, പഠനമുണ്ട്, ക്രയവിക്രയങ്ങളുണ്ട്, യാത്രകളുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്. അങ്ങനെ എല്ലാറ്റിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇടപെടേണ്ടി വരും. ആ ഇടപാടുകളിൽ അവൻ ഒരാളോട് ഉപദേശം ചോദിച്ചാൽ അതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും ഇത്തരം ഉപദേശങ്ങൾ സാമ്പത്തികമായി കാണുന്ന മുസ്ലിങ്ങളുണ്ട്. ഇത്തരം ഉപദേശങ്ങളെ സാമ്പത്തികമായി മാത്രം കാണുന്ന മുസ്ലിങ്ങളുണ്ട്. പൈസ കൊടുത്താൽ മാത്രം ഉപദേശം കൊടുക്കുക, പണം കൊടുത്താൽ മാത്രം ഉപദേശം നൽകുക എന്ന് പറയുന്ന സ്വഭാവം ഇന്നത്തെ ലോക ട്രെൻഡും കൂടിയാണ്. അതിന്ന് ബിസിനസ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഉപദേശിക്കൽ ഇന്ന് ബിസിനസ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് ഔദ്യോഗികമായ വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ഓക്കെ, അത് വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ഓക്കെ. അതേ സന്ദർഭത്തിൽ മനുഷ്യന്മാർ പരസ്പരം നിത്യജീവിതത്തിൽ ഇടപെടുന്ന കാര്യങ്ങളിലടക്കം ഉപദേശിക്കണമെങ്കിൽ എന്തെങ്കിലും പണം കൊടുത്താലേ പറ്റുകയുള്ളൂ എന്ന കൈക്കൂലി പ്രവേശിച്ച ഒരവസ്ഥ ഇന്ന് പരസ്പരമുള്ള ഉപദേശത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ അത് ബിസിനസ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവനക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ളത് കൊടുത്താൽ എന്നാലേ പറഞ്ഞു തരുള്ളൂ. എന്തെങ്കിലും കൊടുക്കാനുള്ളത് കൊടുത്താലേ എൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കച്ചവട വിഷയം, അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ ബന്ധിക്കുന്ന കാര്യങ്ങൾ, അതിലടക്കം അവൻ എന്തെങ്കിലും കൊടുക്കേണ്ടത് കൊടുത്താൽ അവൻ്റെ വായിൽ നിന്ന് വരികയുള്ളൂ എന്ന ബിസിനസ് വൽക്കരിക്കപ്പെട്ടൊരു വിഷയം ഇവിടെയുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നിന്നോട് ഉപദേശം ആവശ്യപ്പെട്ടാൽ അത് വാക്കാൽ എൻ്റെ പേര് വിളിച്ച് ചോദിക്കണ്ട, എൻ്റെ പേര് വിളിച്ച് ചോദിക്കണമെന്നില്ല. അവൻ എന്നിൽ നിന്ന് ഉപദേശം താല്പര്യപ്പെടുന്നുണ്ട്, ഈ വിഷയത്തിൽ അറിയുന്നവർ അവനെ നിർദ്ദേശിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സാഹചര്യ തെളിവുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ ഉപദേശം കൊടുക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാധ്യതയായിട്ടാണ് പറഞ്ഞത്. ആ ബാധ്യത എന്ന് പ്രയോഗിച്ചത് കൊണ്ട് തന്നെ ഇത് വാജിബാണോ, ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടുമോ എന്ന് വരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഇത് ഉപേക്ഷിച്ചാൽ, ഈ ബാധ്യതകൾ ഒരാൾ മാറ്റിവെച്ചാൽ അയാൾക്ക് കുറ്റം ലഭിക്കുമോ, അഥവാ സലാം പറയാതിരിക്കുക, അതുപോലെ അവൻ പിന്നെ ഉപദേശങ്ങൾ നൽകാതിരിക്കുക, ക്ഷണിച്ചിടത്തേക്ക് ക്ഷണം സ്വീകരിക്കാതിരിക്കുക എന്ന കാര്യം അകാരണമായിട്ടാണെങ്കിൽ വാജിബ് ഉപേക്ഷിച്ചതിൻ്റെ പാപം അവനുണ്ടോ എന്ന് വരെ ഈ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമല്ല. അങ്ങനൊരു കുറ്റമുണ്ടെങ്കിൽ അത് ആഖിറത്തിൽ കാണപ്പെടും. അതല്ല, ഒരാൾ സുന്നത്താണെങ്കിലും അതിനെ നിസ്സാരവൽക്കരിച്ചാൽ അതും അയാൾ പരലോകത്ത് കാണുന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ ഉപദേശങ്ങൾ അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അതിൽ പിശുക്ക് കാണിക്കരുത്. അതിലടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൈദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിത്ഹു, തുമ്മി അൽഹംദുലില്ലാ പറഞ്ഞാൽ ഞാൻ അവന് വേണ്ടി ദുആ ചെയ്യണം, യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അപ്പോൾ അവൻ അൽഹംദുലില്ലാ പറയുന്നത് കാണുന്നില്ല, അവനെ ദഅവത്തിൻ്റെ ഭാഗമായി ഓർമ്മിപ്പിക്കാം. നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ കീഴിലുള്ളവരാണെങ്കിൽ അവനെ പഠിപ്പിക്കുന്നതിൻ്റെ അദബ് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതവനെ ഓർമ്മിപ്പിക്കാം. നീ എന്താ അൽഹംദുലില്ലാ പറയാത്തത്? അങ്ങനെ പറയിപ്പിക്കണം. എന്നിട്ട് അവന് വേണ്ടി ദുആ ചെയ്യണം.
അതാണ്. അല്ല അവൻ അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല, എന്നാൽ പൊയ്ക്കോട്ടെ എന്നൊരു സാഹചര്യത്തിലാണെങ്കിലും ഓക്കെ, എനിക്ക് അദ്ദേഹത്തിനോട് പറയാം, ഉണർത്താം, ഞാൻ ഉണർത്തിയാൽ അതൊരു വിഷമം തോന്നുന്ന വ്യക്തിയല്ല എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞില്ല, മറന്നതാ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞാലോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക, യർഹമുക്കല്ലാഹ്. അത് കേൾക്കണം, അത് സ്വകാര്യത്തിൽ പറയേണ്ടതല്ല. അൽഹംദുലില്ലയും പതുക്കെ പറയേണ്ടതല്ല, യർഹമുക്കല്ലയും സ്വകാര്യമായി പറയേണ്ടതല്ല. ദിക്റിൻ്റെ അടിസ്ഥാനം പതുക്കെ ചെല്ലലാം, ചില ദിക്ർ ഉറക്കനെ ചെല്ലണം. അതിൽ പെട്ടതാണ് തുമ്മിയ അൽഹംദുലില്ല പറയൽ. ഇന്ന് സലാം പറയലടക്കം ഒരു മടി, ഒരു നാണക്കേടായിട്ടാണ് പറയുന്നത്. ദിക്റുകൾ ഉറക്ക ചെല്ലേണ്ടടുത്ത് അത് ഉറക്കനെ ചെല്ലൽ ഇന്ന് ആളുകൾക്ക് ഒരു നാണമാണ്. അത് പറയുന്നിടത്ത് ഞാൻ ഇനി എന്തെങ്കിലും ആണെന്ന് ഓൻ വിചാരിക്കോ, അതടക്കം റിയാ ആണ്. ഒരമൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ അതും ആളെ കാണിക്കലാണ്. കാരണം എൻ്റെ മൈൻഡിൽ അയാളാ വന്നത്, അല്ലല്ല. ഞാൻ ഒരാളെ കണ്ട് അയാളിനെ കുറിച്ച് എന്തെങ്കിലും നല്ലത് വിചാരിക്കുമെന്ന് കുറവ് വന്നിട്ട് ഞാനൊരു അമൽ ഉപേക്ഷിച്ചാൽ അതും ലോകമാന്യതയാണ്, ആളെ കാണിക്കല. എന്തുകൊണ്ട്? എൻ്റെ മനസ്സിൽ അള്ളാഹ് വരാൻ അയാളാ വന്നത്, അതിനും അയാൾക്ക് ലോകമാന്യതയുടെ കുറ്റമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് പതുക്കെ പറയേണ്ട ദിക്റല്ല, ഉറക്കെ പറയണം. ഞാൻ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ഉറക്കനെ പറയണം. എന്തിനാണ്? മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടാൽ ബാക്കിയുള്ളവർ യർഹമുക്കല്ലാ എന്ന് എന്നോട് പറയണം. അതുകൊണ്ടാണ് ഒരാൾ നിസ്കാരത്തിൽ തുമ്മിയ അൽഹംദുലില്ലാ പറയണമെന്ന് പറയും, കാരണം അത് അള്ളാഹിനോടുള്ള വാക്കാണ്. പക്ഷേ ഈ അൽഹംദുലില്ലാ എന്ന് ഒരാൾ പറയുന്നത് കേട്ടാൽ നിസ്കാരത്തിൽ യർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തില. കാരണം എന്താ? അത് ഒരു മനുഷ്യനോടുള്ള സംസാരമാണ്. മനുഷ്യനോടുള്ള സംസാരം ഞാൻ സ്വകാര്യത്തിൽ പറയേണ്ട ദിക്റല്ല, അത് അയാൾ കേൾക്കണം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഒരാൾ നിസ്കരിക്കുമ്പം വേറൊരാളും തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറയുന്നത് കേട്ടു, ഇയാൾ നിസ്കാരത്തിൽ യർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. കാരണം എന്താ? അത് ആ മനുഷ്യനോടുള്ള സംസാരമാണ്. നിസ്കാരത്തിൽ മനുഷ്യന്മാരോട് സംസാരിക്കൽ നിഷിദ്ധമാണ്, നിസ്കാരം ബാത്തിലാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? യർഹമുക്കല്ലാ എന്ന ദിക്ർ മറ്റൊരാൾ കേൾക്കേണ്ടതാണ്. ആ കേൾവിയിൽ മടി വിചാരിക്കരുത്. അത് ഇസ്ലാമിൻ്റെ ഷിആറാണ്. മുസ്ലിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഇസ്ലാം നിലനിൽക്കുന്നു, മുസ്ലിങ്ങൾക്കുള്ള ഉള്ളിലുള്ള ഐക്യം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഷിആർ ചിഹ്നങ്ങളിൽപ്പെട്ടതായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 ഉപദേശങ്ങളിൽ ആറാമത് പഠിപ്പിച്ചത് അഞ്ചാമത് പഠിപ്പിച്ചത് വഇദാ മരിള ഫഉദ്ഹു, അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണം എന്നതാണ്. ഈ സുന്നത്ത് അൽഹംദുലില്ലാ ഇന്നും നിലനിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഒരാൾക്ക് വീട്ടിൽ നിന്ന് കുടുംബത്തിനെയും കൊണ്ട് പുറപ്പെടാൻ പറ്റുന്ന യാത്രയുടെ അവസരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രോഗിയെ സന്ദർശിക്കാൻ. ഞാൻ എത്ര കാതങ്ങൾക്കപ്പുറം എത്ര ദൂരത്താണെങ്കിലും ഒരു രോഗം വന്നതായി നമ്മൾ ഒരാളെക്കുറിച്ച് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ രോഗം കാണാൻ ഇറങ്ങി പുറപ്പെടുക, അത് ഇന്നും നിലനിൽക്കുന്ന സുന്നത്താണ്. പക്ഷേ അത് ചെറുപ്പക്കാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ആ സുന്നത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലനിൽക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പക്ഷെ അത് ചെറുപ്പക്കാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ തിരക്ക് വേറെ പല മേഖലകളിലുമാണ്. ആ മേഖലകളാവട്ടെ ഈ പറയുന്ന കാര്യത്തിനേക്കാളും എത്രയോ താന്നതോ പ്രതിഫലമില്ലാത്തതോ ആണ്. നമ്മുടെ തിരക്കുകളും ജോലികളും നമ്മുടെ അല്ലാത്ത യാത്രകളും കൂട്ടുകാരോടൊത്തുള്ള ഭക്ഷണങ്ങളും, ഇതിൻ്റെ തിരക്കിനിടക്ക് രോഗികളെ നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ ആ കേൾക്കുമ്പോഴുള്ളൊരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിലപ്പുറം ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന സുന്നത്ത് ചെറുപ്പക്കാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിനെ കൂട്ടി മക്കളെ കൂട്ടി കാണിച്ചു കൊടുക്കുന്ന ഒരു ശീലങ്ങളിൽപ്പെട്ടതാണ് രോഗിയെ സന്ദർശിക്കുക എന്നത്. രോഗിയെ സന്ദർശിക്കാൻ ചെന്നു കഴിഞ്ഞാൽ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യണം, നമുക്ക് വേണ്ടിയും ദുആ ചെയ്യണം. രോഗിക്ക് വേണ്ടിയുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫിഹി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് തുടങ്ങി അനവധി ദിക്റുകൾ രോഗസന്ദർശന വേളയിൽ പറയാവുന്നതുണ്ട്. നമുക്ക് വേണ്ടി ദുആ ചെയ്യണം.
അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. ഈ ദിക്ർ ചൊല്ലണമെന്നാണ്. ഒരു രോഗിയെ കണ്ടെടുത്ത് ഈ ദിക്ർ ചൊല്ലിയാൽ അയാളെ ബാധിച്ച വിപത്ത് തന്നെ ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മുസീബത്ത് ബാധിച്ചവനെ കണ്ടെടുത്ത രോഗി മാത്രമല്ല, കടബാധ്യതപ്പെട്ടവനെ, അങ്ങനെ ഏത് മുസീബത്ത് ബാധിച്ചവനെ കാണുമ്പോഴും ആ സമയത്ത് ഇത് ഓർക്കുകയും അവിടെ ഈ ദിക്ർ ചൊല്ലുകയുമായാൽ ആ ദുരന്തം ഇയാളെ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇത് രോഗസന്ദർശന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ രോഗസന്ദർശന യാത്ര അതൊരു ഒരു ഭൗതിക ട്രെൻഡായി കാണേണ്ട, അത് മതപരമായ ട്രെൻഡാണ്. അത് മതപരമായ ഒരു ചിഹ്നമാണ്. ഒരു മതപരമായി എനിക്ക് അത്യാവശ്യം ഒരു കാര്യമുണ്ട്, ഒരു രോഗിയെ സന്ദർശിക്കാനുണ്ട്, അതൊക്കെ പിന്നെയാക്കാം, അതങ്ങനെ മാറ്റിവെക്കേണ്ട ഒരു വിഷയമല്ല. രോഗസന്ദർശനം എന്നത് മാറ്റിവെക്കേണ്ട ഒരു വിഷയമല്ല. ഞാനൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മാറ്റിവെക്കാം. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തതിൽ മാറ്റിവെക്കേണ്ടതില്ലാത്തതാണ് നേരത്തെ പറഞ്ഞ ഒരു വിവാഹ സദ്യക്കോ മറ്റോ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ, ആ യാത്ര, രോഗസന്ദർശനത്തിന് വേണ്ടിയുള്ള യാത്ര, ഇതൊക്കെ നമ്മുടെ അജണ്ടകളിൽ, നമ്മുടെ ടൈം ടേബിളുകളിൽ കയറേണ്ടതാണ്. എനിക്ക് ഇങ്ങനെ ഒരു രോഗിനെ കാണണം, ഇങ്ങനെ രോഗിയായി കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ടില്ല, അത് പോകണം, അതെൻ്റെ ടൈം ടേബിളിൽ കയറേണ്ടതാണ്. അത് അവസരം ഉണ്ടെങ്കിൽ വിചാരിച്ച് പോകേണ്ടതല്ല. ഞാൻ പ്ലാൻ ചെയ്ത് സമയം നിശ്ചയിച്ച് കാണേണ്ട, എൻ്റെ ടൈം ടേബിളിൽ പ്രവേശിക്കേണ്ട, എൻ്റെ നിത്യപ്രവർത്തനങ്ങളിൽ ഞാൻ ടൈം കാണേണ്ട ഒരു വിഷയമാണ് രോഗസന്ദർശനം എന്ന് പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഇസ്ലാം നിലനിൽക്കുന്നതിൻ്റെ ഒരു ചിഹ്നമായി, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യത്തിൻ്റെ ഒരു കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊന്ന് പറഞ്ഞത് വഇദാ മാത ഫത്തബിഉഹു, അദ്ദേഹം മരണപ്പെട്ടാൽ നീ അദ്ദേഹത്തിൻ്റെ ജനാസ സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കണം. ഫത്തബിഉഹു എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫോളോ ചെയ്യണം എന്നാണ്, അദ്ദേഹത്തിനെ പിന്തുടരണം എന്നാണ്. വെറും നിസ്കരിക്കൽ അത് ഈ ബാധ്യതാ നിർവഹണത്തിൻ്റെ പരിപൂർണതയല്ല. നിസ്കരിക്കാൻ മടങ്ങുക എന്നുള്ളത് അത് ഈ ബാധ്യതാ നിർവഹണത്തിൻ്റെ പരിപൂർണതയല്ല. ഒരു കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു ട്രെൻഡാണ് പോകുന്നവർ നിസ്കരിക്കുക, വേഗം മടങ്ങിപ്പോരുക എന്നുള്ളത്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ പൂർണ്ണതയല്ല. ഒരാൾക്ക് തിരക്കുണ്ടെങ്കിൽ അങ്ങനെയാവാം. ഒരു നാട്ടിൽ നിശ്ചയിക്കപ്പെടുന്ന പ്രധാന ജമാഅത്ത് ഏതാണോ അതിൽ പങ്കെടുക്കലാണ് അഫ്ളൽ. ജനാസ നിസ്കാരത്തിന് ഒരു നാട്ടിൽ നമ്മൾ പറയില്ല നിസ്കാരം എപ്പോഴാണെന്ന് ചോദിക്കല്ലോ. എന്തിനാ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം? അങ്ങനെ ഒരു നിസ്കാരവും സമയവും ഉണ്ട് എന്നതുകൊണ്ടാണ്. അല്ലാണ്ടെങ്കിൽ നിസ്കാരം എപ്പോഴാണ് എന്ന ചോദ്യത്തിനോ മയ്യത്ത് നിസ്കാരത്തിന് സമയം എഴുതി ഒട്ടിക്കുന്നതിനോ പ്രസക്തിയില്ലല്ലോ. അതിന് ഇസ്ലാമിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഒരു നാട്ടിൽ, ഒരു പള്ളിയിൽ, ഒരു മഹല്ലിൽ ആ മയ്യത്ത് എപ്പോഴാണ് നിസ്കരിക്കപ്പെടുക അതിനൊരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കലാണ് അഫ്ളൽ. അതേസമയം ഒരാൾക്ക് തിരക്കോ മറ്റെന്തെങ്കിലും കാരണമോ, അതിൽ പെട്ടതായിരുന്നു കൊറോണ. ഒരുപാട് ആളുകൾ കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളത് അതിൽപ്പെട്ടൊരു കാരണമായിരുന്നു. അതുകൊണ്ട് ഒരാളുടെ തിരക്ക്, മറ്റ് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് അതേ തിരക്കുള്ള ആളുകളെ ചേർത്ത് ഒന്നിച്ചൊരു ജമാഅത്തായി നിസ്കരിക്കാം. അതായത് പ്രധാന ജമാഅത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഒറ്റക്കും നിസ്കരിക്കാം. അങ്ങനെ ഒരാളെ കൂടെ കിട്ടുന്നില്ല, അയാൾക്ക് വേണമെങ്കിൽ ഒറ്റക്കും നിസ്കരിക്കാം. മറമാടിയതിന് ശേഷമാണ് അയാൾ വൈകി എത്തിയതെങ്കിൽ അയാൾക്ക് ഖബറിൻ്റെ അടുത്തുനിന്ന് നിസ്കരിക്കാം. ഇതൊന്നും തടസ്സമില്ല. എന്നാൽ അങ്ങനെയെങ്കിലും എത്തണം. ഞാൻ പിന്നെ അറിഞ്ഞത് അദ്ദേഹം മരിച്ചത് എങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ചെല്ലണം, ആ ഖബറിനെ ചെന്ന് നിസ്കരിക്കണം. അത് നീ പെട്ടതാണ്. അത് ഞാൻ പിന്നെ അറിഞ്ഞത്, എന്നാ പോയത് പോയി എന്നല്ല. അത് മറപ്പിക്കുന്നത് ശൈത്വാനാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ശൈത്വാനിൻ്റെ കുതന്ത്രത്തെ നിങ്ങൾ തോൽപ്പിക്കണം. നിങ്ങളത് ഖളാ വീട്ടിക്കൊണ്ട് അവിടെ ചെന്നിട്ട് ആ ഖബറിനെ ചെന്ന് നിസ്കരിക്കണം. അതടക്കം പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രധാന ജമാഅത്തിന് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് അതിനനുസൃതമായി വേണമെങ്കിൽ വൈകിയെത്തേണ്ടത് പള്ളിയിലേക്കല്ല, ഇദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വൈകൽ. ഇനി ഒരാൾ നേരത്തെ എത്തിയെന്ന് കൂട്ടുക, ആ ജമാഅത്ത് കയ്യുവോളം ആ ജമാഅത്ത് കിട്ടുക, മയ്യത്തിനെ പിന്തുടരുക, മറമാടലിൽ പങ്കെടുക്കുക എന്ന കാര്യത്തിന് വേണ്ടി അയാൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ അവിടെ കാത്തിരിക്കേണ്ടി വന്നാൽ ആ കാത്തിരിപ്പിനും കൂലിയുണ്ട്. അയാൾക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ അവിടെ കാത്തിരിക്കേണ്ടി വന്നാൽ ആ കാത്തിരിപ്പിനും പ്രതിഫലമുണ്ട്. വെറുതെ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ മയ്യത്ത് കാണുക എന്നതിന് മാത്രം ഒരു പ്രതിഫലം പഠിപ്പിച്ചിട്ടില്ല. മയ്യത്തിനെ ഒരു നോക്ക് കാണുക എന്നതിന് പ്രതിഫലമില്ല. അതേ സന്ദർഭം പ്രതിഫലം പഠിപ്പിക്കപ്പെട്ടത് ആ ജനാസ സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ്? മയ്യത്ത്
കുളിപ്പിക്കുന്നിടത്ത് ഞാൻ സഹായിക്കണമെങ്കിൽ സഹായിക്കേണ്ടി വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മരിച്ചു എന്ന് കേട്ടാൽ, വിശിച്ച ഒരു ആകസ്മിക മരണമൊക്കെയാണെങ്കിൽ നേരത്തെ കഴിയുന്നവർ വീട്ടിൽ ചെന്ന് നോക്കുക. ചിലപ്പം നിർദ്ദേശങ്ങൾ ആവശ്യമുള്ള സമയമാവും. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അവിടെ നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങളാവാം, നമ്മുടെ സഹായങ്ങൾ ചിലപ്പോൾ ആവശ്യമുണ്ടാവും. അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മടങ്ങാം, എനിക്ക് വീണ്ടും എത്തിപ്പെടാവുന്നിടത്താണെങ്കിൽ. അല്ല, ഞാൻ അവിടെ നേരത്തെ ചെന്നാൽ പിന്നെ എനിക്ക് മടങ്ങിയാൽ വീണ്ടും വരാൻ പറ്റില്ല എന്നാണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞു 1 മണിക്കൂറോ 2 മണിക്കൂറോ 5 മണിക്കൂറോ ഇതിൻ്റെ മയ്യത്ത് നിസ്കാരത്തിനും മറ്റും ഞാൻ കാത്തിരിക്കേണ്ടി വന്നാലും അതിന് പ്രതിഫലമുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന സുന്നത്താണ്. പക്ഷേ കുറഞ്ഞു വരുന്നുണ്ട്, അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട്. മയ്യത്ത് നിസ്കാരത്തിലും മയ്യത്തിനെ ഫോളോ ചെയ്യുന്നിടത്തും വലിയ ജനാവലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതില്ലാത്തതിൻ്റെ പേരിൽ ഒരാളുടെ ഈമാൻ കുറഞ്ഞു എന്നോ കുറേ ആളുള്ളത് കൊണ്ട് അയാൾ സ്വർഗത്തിലാണെന്നോ വിധി എഴുതാനൊന്നും പറ്റുകയില്ല. ഇത് നമ്മുടെ ബാധ്യതയാണ്. അത് മയ്യത്തിനെ ബാധിക്കുന്ന വിഷയമല്ല, മയ്യത്തിൻ്റെ ചുറ്റും ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബാധിക്കുന്ന വിഷയമാണ്. ഞാൻ ആ വിഷയത്തിൽ എന്ത് ചെയ്തു എന്നാണ് എന്നോട് ചോദിക്കപ്പെടുക. ആരും നിസ്കരിക്കാൻ വന്നില്ല, അതുകൊണ്ട് മയ്യത്തിൻ്റെ വിചാരണയിൽ മോശം വരികയോ മയ്യത്തിന് കൂടുതൽ സ്വർഗം ലഭിക്കുമെന്നോ ഒന്നും അതിനർത്ഥമില്ല. ജീവിച്ചിരിക്കുന്നവർക്കാണ് അവിടെ ബാധ്യതയുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനന്നാർ. റബ്ബന اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.